പിങ്ക് ഫ്ലവർ പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി 5 മണിക്കൂർ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. സാധാരണ പാലപ്പം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ്. നമ്മളിതിലേക്ക് വേറൊരു കളർ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ വേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങാപ്പാലിലാണ് നമ്മൾ അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ ഒരുപാട് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലല്ല, ഒരു മീഡിയം ലെവലിലുള്ള തേങ്ങാപ്പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഈസ്റ്റ് ആണ്. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് പഞ്ചസാരയാണ്. ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. കളറിന് വേണ്ടി ഞാനിവിടെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളതൊന്നും എടുക്കുന്നില്ല. ഈ ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് അത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ച് ജ്യൂസ് ആക്കി എടുത്താൽ മതി. ആ ജ്യൂസാണ് നമ്മൾ നമ്മുടെ മാവിൻ്റെ കൂടെ കളറിന് വേണ്ടി ചേർക്കുന്നത്. വളരെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ട് മതി. കളർ കൂടുതൽ വേണം എന്നുള്ളവർക്ക് വലിയ കഷ്ണം എടുക്കാം. ഞാനിവിടെ ചെറിയൊരു പിങ്ക് കളറാണ്, ലൈറ്റ് പിങ്ക് കളറിന് വേണ്ടി ഞാനിവിടെ ചെറിയൊരു കഷ്ണം ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി നമ്മുടെ ഈ പാലപ്പം നല്ല സോഫ്റ്റ് ആവുന്നതിന് വേണ്ടി നമ്മൾ അതിലേക്ക് കപ്പി കാച്ചി ചേർക്കണം. ഇതിൽ നിന്നും 2 ടേബിൾ സ്പൂൺ അരി എടുത്ത് അരച്ച് നമുക്കത് കുറുക്കി ചേർക്കാം. നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിത് 1 കപ്പ് വെള്ളത്തിലാണ് ഇപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത്. നമുക്കിത് ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് വേവിച്ച് കുറുക്കിയെടുക്കണം. തീ കൂട്ടി വെച്ച് പെട്ടെന്ന് കുറുക്കിയെടുക്കരുത്. ഈ മാവ് നന്നായിട്ട് വെന്ത് കിട്ടണം. ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ടിയായി പോകും. ഇത് കുറുക്കി വരാനായിട്ട് ഇത്തിരി സമയം എടുക്കും. നമ്മുടെ മാവ് പാകമായിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് അരിയുടെ കൂടെ അരച്ചെടുക്കണം. നമ്മളിവിടെ കുറുക്കി വെച്ചിരുന്ന മാവ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്കിത് അരിയുടെ കൂടെ ചേർത്ത് അരച്ചെടുക്കാം. നമ്മൾ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിരുന്നു. ആ തേങ്ങാപ്പാൽ ചേർത്തിട്ടാണ് നമ്മൾ ഇതെല്ലാം കൂടെ അരയ്ക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് അരയ്ക്കുന്നത് കൊണ്ട് അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ മാവ് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം. ഈ മാവ് അരച്ചെടുക്കുമ്പോൾ ഒട്ടും തരിയില്ലാതെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയത് നമുക്കൊന്ന് ജ്യൂസ് ആക്കി എടുക്കാം. ഞാനിവിടെ അതിന് ജ്യൂസ് ആക്കിയിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുത്തതാണ്. അത് അരിപ്പയിൽ അരിച്ച് ഒട്ടും തരിയില്ലാതെ എടുത്തിരിക്കുന്നതാണ്. നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് നമ്മൾ എടുത്ത ബീട്രൂട്ടിന്റെ ജ്യൂസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ കഷ്ണം ബീട്രൂട്ടിൽ നിന്നും ആണ് ജ്യൂസ് എടുത്തിട്ടുള്ളത്. ഞാൻ അതിനകത്ത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അടിച്ച് അത് പിഴിഞ്ഞ് അരിപ്പയിൽ അരിച്ചെടുത്തതാണത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ജ്യൂസാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ കളർ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ജ്യൂസ് എടുത്ത് ചേർക്കാവുന്നതാണ്. പക്ഷെ വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം. നമ്മൾ അതനുസരിച്ച് മാത്രമേ തേങ്ങാപ്പാൽ ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ ജ്യൂസ് ആദ്യമേ എടുത്ത് അരിയും തേങ്ങാപ്പാലും കൂടെ അരയ്ക്കുന്ന കൂട്ടത്തിൽ അതിൻ്റെ ഒപ്പം തന്നെ അരച്ചെടുക്കാം. മാവിന്റെ കൺസിസ്റ്റൻസി മാറരുത്, അത് ശ്രദ്ധിക്കണം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഞാൻ ഉപ്പ് കൂടി ചേർത്തിട്ടാണ് മാവ് പൊങ്ങാൻ വേണ്ടി വെക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. 6 മണിക്കൂർ കഴിയുമ്പോഴത്തേനും അപ്പം ചുടാൻ പാകത്തിന് മാവ് പൊങ്ങി കിട്ടും. നമ്മുടെ മാവ് ഇപ്പോൾ നല്ല പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് പൊങ്ങാനായിട്ട് വെക്കാം. നമ്മുടെ മാവ് ഇപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിത് വെച്ചിട്ട് ഇപ്പോൾ 6 മണിക്കൂറായി. ഇനി നമുക്ക് ഇതുകൊണ്ട് അപ്പം ഉണ്ടാക്കാം. ആദ്യം നമുക്ക് സാധാരണ ഒരു പാലപ്പം ഉണ്ടാക്കാം. ഇനി നമുക്ക് ഫ്ലവർ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 4 വശത്തേക്കും മാവ് ചെരിച്ചൊഴിക്കുക. അതിന് ശേഷം അതിൻ്റെ ഇടയിലുള്ള ഭാഗത്തു കൂടെ ഒഴിക്കുക. അപ്പം അതൊരു ഫ്ലവറിന്റെ ഷേപ്പിൽ വരും. ഒന്നുകൂടി കാണിച്ചു തരാം. 4 ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിക്കുക മാവ് ഒഴിച്ചതിന് ശേഷം. പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഭാഗത്തും കൂടെ ഒന്നും കൂടെ ചെരിച്ചെടുക്കുക. അപ്പോൾ അത് ഫ്ലവർ ആകും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പം എപ്പോഴും മൂടി വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. നമ്മളെപ്പോഴും വൈറ്റ് കളറുള്ള പാലപ്പല്ലേ ഉണ്ടാക്കാറുള്ളൂ. അപ്പോൾ ഇത് വേറൊരു കളറിലൊക്കെ വന്നതുകൊണ്ട് കുട്ടികളൊക്കെ കഴിക്കാൻ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറുകളൊന്നും ചേർത്തിട്ടില്ല. വെജിറ്റബിൾ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.